ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും കോക്കോസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ജോലി സ്ഥലത്തിരിക്കുകയാണ് കേട്ടോ. അപ്പം കുറച്ച് വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് വോയിസ് ഓവർ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ഇവിടെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് എനിക്കതൊക്കെയാണ് ചില പരിപാടികൾ. അപ്പം നമ്മളിവിടെ വന്നിട്ട് കുറച്ച് ഇക്കാടെ ഫേവറേറ്റ്സ് ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇക്കാടെ മാത്രം ഇക്കാടെ മാത്രമല്ല, എൻ്റെയും കൂടെ ഫേവറേറ്റ് ആണ്. പക്ഷെ എനിക്കെന്നാലും അത്ര അങ്ങോട്ട് വലിയ കാര്യമല്ല. പക്ഷെ എന്നാൽ ഇപ്പോൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയൊരു കാര്യമുണ്ട് കേട്ടോ. നമ്മൾ കോക്കോയെ നമ്മൾ ആദ്യമൊക്കെ കൊണ്ടുവന്നപ്പോൾ എനിക്ക് വലിയ കാര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ കോക്കോയായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയത്. ഇപ്പം അതേപോലത്തെ ഇക്കാടെ പണ്ട് മുതൽ ഇക്കാടെ പെങ്ങളൊക്കെ പറയുന്ന ഇക്കൊക്കെ അതിൻ്റെ അഡിക്റ്റായിരുന്നു ഇക്ക. ഇപ്പോൾ വീണ്ടും അത് തന്നെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് കാണിച്ചു തരാം, വീഡിയോയുടെ പുറക്കെ അതിൻ്റെ ഓരോ കാര്യങ്ങൾ എനിക്ക് കാണിച്ചു തരാം. അപ്പം അത്രയ്ക്കും ഇക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു സർപ്രൈസ് വീഡിയോസാണ് ഇനി അങ്ങോട്ടുള്ളത്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇക്ക കുവൈറ്റിൽ പോയിട്ട് വന്നപ്പോഴും ഇക്കൊക്കെ ഇതിന് ചെറിയതായിട്ടൊരു ഹരം പിടിച്ചു വന്നതാണ്. അപ്പോഴത്തേക്കാണ് ഞാനും പിന്നെ സൗദിയിൽ പോകണം. അപ്പം പിന്നെ എല്ലാത്തിനും കൊടുത്ത് കാശ് മേടിച്ചു കേട്ടോ. അപ്പോൾ വീണ്ടും ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ വന്ന് 2 മാസം ഞങ്ങൾ വേറെ റെൻ്റൽ ഹോമിലല്ലേ താമസിച്ചിരുന്നത്. അവിടെ വന്ന് കണ്ട് ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ ഓൾറെഡി ഇക്ക ഓരോന്നായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീഡിയോസിലൊന്നും ഞാൻ അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടില്ല. എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ എവിടെയോ ചെറിയ എൻ്റെ ഭാഗം കാണണം കേട്ടോ. ഞാൻ പക്ഷെ അത് വോയിസ് ഓവറിൽ പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്കത് സ്പെഷ്യലായിട്ട് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതും. അപ്പോൾ ഇതുവരെയും നമ്മുടെ വീഡിയോസിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കുറേ പേര് പറയുന്നുണ്ട് ഗൾഫിലെ സൗദിയിലെ വീഡിയോസൊക്കെ മിസ് ചെയ്യുന്നത്. എന്ത് ചെയ്യാൻ പറ്റും, നമ്മളിപ്പോൾ നാട്ടിലല്ലേ, നമുക്ക് നാട്ടിലെ വീഡിയോസല്ലേ ഇടാൻ പറ്റുള്ളൂ. നമുക്കിവിടെ നിൽക്കുമ്പോൾ അവിടെ പോയി വീഡിയോസ് എടുക്കാൻ വേണ്ടി പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാവരും സാഹചര്യം മനസ്സിലാക്കണേ. അപ്പം നിങ്ങൾക്ക് ഞാൻ അങ്ങോട്ടുള്ള വീഡിയോസ് കാണാം കേട്ടോ. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്തണേ. വേറൊന്നുമല്ല, ഇക്കാക്ക് ഈ പ്രാവെന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് കേട്ടോ. പ്രാവെന്നല്ല, ഇക്കൊക്കെ ഒരുവിധപ്പെട്ട എല്ലാ പെറ്റ്സിനെയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വളർത്താൻ. ഇപ്പോൾ പ്രാവ് ഇക്കാടെ ഒരു വീക്ക്നെസ് ആണ് കേട്ടോ. അതായത് പണ്ട് മുതലേ കുഞ്ഞിലേ മുതലേ പ്രാവിനെയൊക്കെ വളർത്തുമായിരുന്നേ. എല്ലാ ദിവസവും, അതായത് ഞങ്ങളിവിടെ നാട്ടിൽ വന്നിട്ട് എല്ലാ ദിവസവും ഇക്ക ഇവിടെ വരും. ഈ ഷോപ്പിൽ വന്നിട്ട് എന്നും ഇങ്ങനെ നോക്കും, എന്തെങ്കിലും പുതിയ ഐറ്റംസ് ഉണ്ടോ എന്നിങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ആ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിലുണ്ടല്ലോ, അവിടെ വെച്ച് ഏതാണ്ട് 10-15 പ്രാവിനെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മളിങ്ങോട്ട് ഷിഫ്റ്റിംഗ് ആവുന്നതിന് മുന്നേ നമ്മൾ ഇക്കാടെ പെങ്ങളുടെ വീട്ടിലോട്ട് ആക്കിയായിരുന്നു കേട്ടോ. അവിടെ ഒരു കൂടുണ്ട്. അപ്പോൾ അവിടെ ഏതാണ്ട് 8 പേരെ ഈ 2 ജോഡി വെച്ച് 8 പേരെ അവിടെ ആക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ഏകദേശം ഒരുവിധം എല്ലാവരും മുട്ടയിട്ട് തുടങ്ങി. അപ്പോൾ മുട്ടയിട്ടതിന് ശേഷം നമുക്കിതിനെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരെ അവിടെ തന്നെ ഇട്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ്ട് ഇതിനെ മേടിക്കാനായിട്ട് മെയിനായിട്ട് ഇന്നിവിടെ വന്നത് കേട്ടോ. കാരണം ഇത് കിങ്ങിൻ്റെ അതായത് പ്രാവിൻ്റെ ടൈപ്പിൽ കിങ് എന്ന് പറയും. അതിൻ്റെ കുഞ്ഞാണ് കേട്ടോ. അതായത് ദാണ്ട ഈ ഇരിക്കുന്നത് നമ്മളൊരു കോഴിയുടെ അത്രയുണ്ട് കേട്ടോ. കോഴി എങ്ങനെയാണോ കോഴിയുടെ അത്രയുണ്ട് ഇത്. ഇപ്പം ഇത് മുട്ടയിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. പക്ഷെ ഇവൾമാർ ഈ മുട്ടയിടും തകർത്ത്. പക്ഷേ ഇവർ സ്വന്തമായിട്ട് വിരിയിപ്പിച്ചിറക്കാൻ ഇച്ചിരി മടിയാണ്, ചീത്തയാക്കി കളയാണ് ചെയ്യാറ് കൂടുതലും. അപ്പോൾ ഇവരിട്ട മുട്ടയാണ് കേട്ടോ. മുട്ടയിട്ട് മുകളിൽ ഇവളുടെ പേരൻസ് വേറെയാണ്. അപ്പം അത് അവർ കട വെച്ചിട്ട് വിരിയിച്ച് ഇറക്കിയതാണ് കേട്ടോ ഇവളെ ഒരു ഏതാണ്ട് 1 വീക്ക് കഴിഞ്ഞൊരു 2 വീക്സ് ആയിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇക്കാടെ ഇഷ്ടപ്രകാരം ഇക്കാക്ക് ഇങ്ങനെ അത് വേണം എന്ന് പറഞ്ഞിങ്ങനെ വാശി പിടിച്ച് ഞങ്ങൾ പോയി മേടിക്കുന്ന കേട്ടോ. എന്നെയും കൂടെ കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലും ഇഷ്ടം പറയുമ്പോൾ നമുക്ക് വേണ്ടാന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ അങ്ങ് സമ്മതിച്ചു കൊടുക്കും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതാണ് കേട്ടോ. അമ്മയും 2 പേരും അച്ഛനും അമ്മയാണ് കേട്ടോ. അവളുടെ അച്ഛനും അമ്മയാണ് ഒറിജിനൽ. പക്ഷെ വളർത്തുന്നത് ഇതാണ്ട് ഇവരാണ് കേട്ടോ. ഇവർ മുഗി ടൈപ്പ് ആ ഒരു ബ്രീഡാണ് കേട്ടോ. അപ്പോൾ ഇവരാണ് അവളെ വിരിയിച്ചിറക്കുക. അപ്പോൾ പിന്നെ അമ്മയും അച്ഛനെയും കൂടെ നമുക്ക് വേണമല്ലോ. അങ്ങനെ നമ്മളത് അവർ 2 പേരെയും കൂടെ മേടിച്ചു കേട്ടോ. കാരണം അവൾക്ക് കൂടെ ഇരുന്ന് ഫുഡൊക്കെ കൊടുക്കണമെങ്കിൽ ഇത് വേണ്ടേ. അങ്ങനെ മേടിച്ചാണ്. അങ്ങനെ 2ൻ്റെയും ചിറകിൽ റബ്ബർ ഇടുകയാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ പുതിയ സ്ഥലമാണ്. ഇപ്പോൾ ഇവിടുന്ന് പെട്ടെന്ന് ഇവരെ കൊണ്ടുപോകുമ്പോഴത്തേനും ഇവർക്കത് അറിയാൻ പറ്റാത്തത് കൊണ്ട് ഇവരങ്ങനെ അങ്ങ് പറക്കും. അപ്പം അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് കേട്ടോ 2 പേരുടെയും ചിറകിൽ റബ്ബർ ഇടുന്നത്. ഇപ്പം റബ്ബറൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഇപ്പോൾ 2-3-4 ദിവസമായി. എനിക്ക് കുറച്ച് ജോലി തിരക്ക് കാരണം എനിക്കൊന്നും വോയിസ് ഓവർ കൊടുത്ത് ഇടാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കേട്ടോ. ഇന്ന് എന്തായാലും വീഡിയോസ് ഇടുമെന്ന് വെച്ചിട്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്.
അങ്ങനെ താണ്ടേ 2 പേരെയും മൊത്തം 3 പേരുണ്ട് കേട്ടോ. ഇവരെ 3 പേരെയും കൂടെ നമ്മൾ 2 പാക്കറ്റിനകത്താക്കിയിട്ട് കൊണ്ടുപോകണം. പിന്നെ ഒക്കെ പോയി ഓരോരുത്തരെ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവർക്കൊക്കെ ഉള്ള തീറ്റയും ഈ കടയിൽ നിന്ന് തന്നെയാണ് മേടിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് കൊണ്ടുപോവാണേ. നമുക്ക് ഈ വീടിൻ്റെ ബാക്കിൽ ബാത്റൂമുണ്ട്. അതായത് നമ്മൾ യൂസ് ചെയ്യാത്ത ബാത്റൂമാണ് കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് കിടക്കുകയാണ്. അങ്ങനെ അവിടെയാണ് നമ്മൾ ഇവരെയൊക്കെ ആക്കുന്നത്. തൽക്കാലം നമുക്കിവിടെ വേറെ ഇവരെ പുറത്താക്കാനുള്ള വേറെ സജ്ജീകരണങ്ങളൊന്നുമില്ല. ഇതാകുമ്പോൾ ഇവിടെ അവർ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പം മൊത്തത്തിലാണ്ട് ഇത്രയും പേരാണ് ഇപ്പം നിലവിലുള്ളത്. ബാക്കി കുറേ 8 പേരുൾപ്പെടെ സക്കീനാത്തയുടെ വീട്ടിലാണ് കേട്ടോ. അതിന് മുട്ടയൊക്കെ എല്ലാവരും അടയിരിക്കുകയാണ്. അപ്പോൾ അടയിരിക്കുന്ന പ്രാവിനെ നമ്മൾ എടുത്തുകൊണ്ട് വരാൻ പറ്റില്ലല്ലോ. ഈ സ്ലാട്ടിൻ്റെ ഈ കൂടുണ്ടല്ലോ, ഞങ്ങൾ ഒരു ദിവസം ഇങ്ങനെ പുറത്തോട്ട് പോകാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇറങ്ങി ഞങ്ങൾ ജംഗ്ഷനിലെത്തിയപ്പോഴത്തേനും 2 മക്കൾ കൊച്ചു പിള്ളേർ കേട്ടോ, ഇതിങ്ങനെ തൂക്കി പിടിച്ചുകൊണ്ട് പോകുന്നൊരു 3-4 എണ്ണം. അപ്പോൾ ഇക്കായ്ക്ക് അത് കണ്ടപ്പം അയ്യോടാ മക്കളെ എവിടെ നിന്നാന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് ഞങ്ങൾ അടിക്കുന്നതാന്ന് പറഞ്ഞു. ഒരെണ്ണത്തിന് 60 രൂപ വെച്ചാണ് കടയിൽ കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇക്ക പറഞ്ഞു ഞാൻ ഒരെണ്ണത്തിന് 70 രൂപ വെച്ച് തരാം, എനിക്ക് 10 കൂടെ അടിച്ചുകൊണ്ട് തരുമെന്ന് വെച്ചിട്ടോ. അങ്ങനെ 10 കൂടി ഇക്കായ്ക്ക് പിറ്റേ ദിവസം സാറ്റർഡേ അവന്മാർ ചെയ്തുകൊണ്ട് കൊടുത്തിട്ടാ. കൊച്ചു പിള്ളേരാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ചെറിയൊരു വരുമാനം ഇങ്ങനെ നമുക്ക് അത്യാവശ്യക്കാർ കടകളിൽ പോയി മേടിക്കുമ്പോൾ ഭയങ്കര പൈസ കൊടുത്ത് മേടിക്കണ്ടേ. പിന്നെ നമുക്കിവിടെ 2-3 ഇങ്ങനത്തെ കേജുകളുണ്ട് കേട്ടോ. ഇക്ക പിന്നെ എല്ലാം മേടിക്കും. ഇക്കയ്ക്ക് ഇങ്ങനെ ഇവരെയൊക്കെ കാണുമ്പോൾ ഇക്കയ്ക്ക് ഭയങ്കര ഇതാണ്, വേറൊന്നുമല്ല. ഇക്കയ്ക്ക് ബേർഡ്സിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പ്രാവെന്നൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നെന്ന് പറയുന്നത് കേൾക്കാം മുമ്പൊക്കെ കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇക്ക കുവൈറ്റിൽ നിന്ന് വന്നപ്പോൾ ഇതുപോലെ 7-8 എണ്ണം മേടിച്ചായിരുന്നു. പിന്നെ പോകാൻ നേരം അതിനെല്ലാം കൊടുത്തിട്ടാണ് പോയിരുന്നത്. അപ്പം നമ്മൾ ഈ കിങ്ങിനെ നമ്മളിവിടെ അച്ഛനും അമ്മയുടെയും കൂട്ടത്തിൽ ഈ ഗ്രില്ല് കൂട്ടിലോട്ടാക്കാനാണ് നമ്മളുടെ പ്ലാനിങ് ഒക്കെ. ഇതൊക്കെ നല്ല എനിക്കാണെങ്കിൽ ഇതിനെ കൈകൊണ്ടെടുക്കാൻ എന്തോ പോലെയാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ തൊട്ടുതൊട്ടൊക്കെ നോക്കിയായിരുന്നു. നല്ല ഫുഡ് കഴിക്കുന്ന ടൈപ്പ് ആ സാധനമാണ് കേട്ടോ. നല്ലപോലെ ഫുഡ് അടിക്കും. കാരണം അതിൻ്റെ അച്ഛനെയും അമ്മേനെയും കണ്ടില്ലേ, അവർ തന്നെ ഒരു സൈസായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ വളർത്തച്ഛനെയും വളർത്തമ്മയും കൂടെ കൂട്ടിലാക്കിയിട്ട് പിന്നെ ഇവളെ അതിനകത്ത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഇതിനകത്തൊരു സങ്കടപ്പെട്ടൊരു കാര്യം ഇടയ്ക്ക് വരുന്നുണ്ട്. അപ്പം ഇവർ 2 പേരും ഓൾറെഡി ഇപ്പം തന്നെ മുട്ടയിടാനുള്ള സെറ്റപ്പൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇക്കാക്കങ്ങ് പേടിയായിരുന്നു, ഇനിയിപ്പോൾ ഇവർ മുട്ടയിട്ട് കഴിഞ്ഞാൽ ഇവളെ നോക്കുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അത്യാവശ്യം നല്ല പൈസയായ സാധനമാണേ. അങ്ങനെയൊക്കെ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കുവാണ്. അവളെ ഇരുത്താൻ വേണ്ടിയിട്ട് ബേസ് ബോർഡിനകത്ത് പേപ്പറൊക്കെ കീറി എല്ലാ സെറ്റപ്പും ചെയ്തു കൊടുക്കും കേട്ടോ. ഇക്ക ഭയങ്കര, ഞാൻ പറഞ്ഞില്ലേ, ബേർഡിനോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഇപ്പോൾ കോക്കോയെ മിസ്സ് ചെയ്യുന്നോ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കോക്കോയുടെ മിസ്സിങ് മാറാൻ വേണ്ടിയിട്ടാണ് ഇക്ക ഈ പരിപാടികളെല്ലാം ഇവിടെ ചെയ്യുന്നത് കേട്ടോ. ഇനി അങ്ങോട്ടുള്ള ഓരോ വീഡിയോസിൽ ഞാൻ ഓരോന്നോരോന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത്രയും നാൾ നിങ്ങളെ ഞങ്ങൾ വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ല പ്രാവുകളെയൊന്നും. കാരണം എല്ലാവരും ഇനി എന്താ പറയാമെന്ന് വിചാരിച്ചിട്ട് പ്രാവുകളെ നമ്മൾ കാണിച്ചിട്ടേ ഇല്ലായിരുന്നു. ഇപ്പം സക്കീനാത്തയുടെ വീട്ടിൽ കിടക്കുന്ന സെക്ഷൻ്റെ വീഡിയോ ഇതുവരെ പോയി എടുത്തിട്ടില്ല. അവരെല്ലാം അടയിട്ടിരിക്കുന്നതുകൊണ്ട് പിന്നെ നമ്മൾ വലിയ ശല്യം ചെയ്യാനൊന്നും പോകാറില്ല. അങ്ങനെ താണ്ടേ ഞങ്ങളെല്ലാം ഇങ്ങനെ തൊട്ട് നോക്കിയിട്ട് അവളെ ഇതിനകത്ത് ഇരുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇക്ക ഇനി ഇതിന് ഫുഡ് കൊടുക്കുന്നതിൻ്റെ കാര്യങ്ങളോടൊക്കെയാണ് ഇക്ക അടുത്ത് നോക്കുന്നത്. ഭയങ്കരമായിട്ട് യൂട്യൂബൊക്കെ നോക്കി ഇതിന് ഫുഡൊക്കെ കൊടുക്കണം. പിന്നെ ഇവക്ക് കടലയുണ്ടല്ലോ, അതായത് ഗ്രീൻ പീസ്, അത് വെള്ളത്തിലിട്ട് കുതിർത്തൊക്കെ കൊടുക്കണമെന്ന് കേട്ടിട്ടുണ്ട്. ഇക്കാക്ക് പിന്നെ എല്ലാം അറിയാം. എനിക്ക് പിന്നെ ഇതിനോടൊന്നും വലിയ അറിവൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ താണ്ടേ ഇത് ഈ ചോക്ക് വെച്ച് വരയ്ക്കുകയാണ് കേട്ടോ, ഉറുമ്പ് വരാതിരിക്കാൻ. ഇവരെ നമ്മളെ മറ്റേ സ്ഥലത്ത് നിന്ന് അതായത് ബാത്റൂമിൽ വെച്ചില്ല, ഇവിടെയാണ് കൊണ്ടുവച്ചത് ആദ്യം. പിന്നെ താണ്ടേ കുറച്ച് അവർക്കുള്ള ഫുഡ്, വലിയവർക്ക് ഉള്ള ഫുഡ് അവരുടെ പാത്രത്തിൽ കൊടുക്കുകയാണ്. എന്താ പറ്റി? അവളവിടെ നിക്കട്ടെ, പാരല്ല.
അങ്ങനെ ഇവർക്കുള്ള ഫുഡും വെള്ളവും എല്ലാം വെച്ച് കൊടുത്തിട്ട് നമ്മൾ താഴെ താണ്ടെ വരച്ചിട്ടെടുത്തൊരു ചാക്കിട്ടിട്ടുണ്ട് കേട്ടോ. അത് ഉറുമ്പ് കയറാതിരിക്കാൻ കേട്ടോ വരച്ചിരുന്നു. ഈ വീട്ടിൽ ഭയങ്കരമായ ഉറുമ്പാണ്. അങ്ങനെ തന്നെ അവിടെ അവരെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് പുറത്തുള്ള നമ്മുടെ മറ്റുള്ളവരുടെ കാര്യം കൂടെ നോക്കാം. ഇത് മുഖിയാണ് കേട്ടോ. ഇവൾ ഞങ്ങൾക്ക് വലിയൊരു പണി തന്നിട്ടുണ്ട്. ഇവളുടെ കഥയെ ഞാൻ പിന്നീട് ഒരിക്കൽ പറയാം. കാരണം ഇവളുടെ കഥ തന്നെയുണ്ട് ഒരുപാട്. ഇത് ആദ്യമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന മുഖിയാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് ചെക്കറുണ്ട്, ചോക്ലേറ്റ് ഉണ്ട്. എനിക്ക് പേരൊന്നും സത്യം പറഞ്ഞാൽ അറിയത്തില്ല കേട്ടോ. ഇവിടെ ഓരോരുത്തർക്കും ഓരോ പേരിട്ടിട്ടുണ്ട് കേട്ടോ. സുൽത്താനെന്നും ബിലാലെന്നും ഒക്കെ. അതിനെയൊക്കെ ഞാൻ പ്രത്യേകം ഇനി ഷോർട്സിൽ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ബിലാൽ, അതുപോലെ തന്നെ ചെക്കർ, സുൽത്താൻ. ചെക്കർ പ്രാവിൻ്റെ എണ്ണത്തിൻ്റെ പേരാണെന്ന് തോന്നുന്നു. സുൽത്താൻ എന്നൊക്കെ വിളിക്കുന്ന കാണാവേ. പിന്നെ നമ്മളുടെ ആ കുട്ടിയുണ്ടല്ലോ, അത് ഡെഡായി കേട്ടോ. കാരണം എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ഹാൻഡ് ഫീഡാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ തള്ള ഫുഡ് ഇവരെ ഇങ്ങോട്ട് മാറ്റിയപ്പോൾ തന്നെ ഫുഡ് കൊടുക്കുന്നില്ലായിരുന്നു കേട്ടോ തള്ള. അങ്ങനെ പിന്നെ ഹാൻഡ് ഫീഡാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ദാണ്ടെ അടുത്ത സെറ്റപ്പ്. ഇനി ഇവർക്കൊക്കെ വലിയ കൂടടിക്കാൻ പോകണം. അതായത് ഇനി നമ്മൾ വേറെ ഒരു ടൈപ്പ് ഇക്കയുടെ ആഗ്രഹം പോലെ ഒരു പ്രാവിനെ നമ്മൾ മേടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കൂടുപണികളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും കമൻറ്റും